എസ് ഐ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ്. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ 1, 2, 3, 4 മാലകൾ വരുന്നുണ്ട്, 2 കൈക്കുള്ള വളകൾ വരുന്നുണ്ട്, ഒരു ജോഡി പാസരം വരുന്നുണ്ട്, ഒരു ജോഡി കമ്മൽ വരുന്നുണ്ട്. നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിതിൽ 4 മാലകളാണെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോരോ മാലകളായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ മാല വരെ നമുക്ക് മാക്സിമം കാഴ്ചയിൽ ഏറ്റവും ഫസ്റ്റ് നെക്കായിട്ട് ചോക്കർ നെക്കായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് നെക്കൊക്കെ ഇടാൻ പറ്റുന്ന മാലയാണ് വരിക. ഇത് വരെ നമുക്ക് 12 ഗ്രാം 1.5 പവനിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് പാലക്ക വെച്ചിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണ് വരിക. മാങ്ങമാല എന്നാണ് ഇതിന് പറയുക. ഇതിൽ റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള അത്യാവശ്യം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ് വരിക. ഇത് നമുക്ക് 2.5 പവൻ 20 ഗ്രാമിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും പിന്നീട് അത്യാവശ്യം കുഞ്ഞു പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മാല വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് 16 ഗ്രാമിലാണ് വരുന്നത്. മാക്സിമം കാഴ്ചയിൽ ചെയ്തിട്ടുള്ള തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് സെക്കൻഡ് നെക്കായിട്ടും തേർഡ് നെക്കായിട്ടും ഫോർത്ത് നെക്കൊക്കെ ആയിട്ട് ഇറക്കും കയറ്റിയും ഇടാൻ പറ്റുന്ന സൈസിൽ വരുന്നതാണ്. മാക്സിമം കാഴ്ചയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത് വരിക. ഇതിൻ്റെ തൊട്ട് താഴെ വരിക നമുക്ക് 4 പവനിൽ പിച്ചിമുല്ല വെച്ചിട്ടുള്ള മാലയാണ് വരിക. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒറ്റ കളർ ടോണിലാണ് ചെയ്യുക. ഇത് നമുക്ക് 2 ടോണിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തുമ്പ് കുറച്ച് ദൂരം നമുക്ക് ഇവിടെ നിന്ന് മുതൽ ഇത്രയും ദൂരം വരുന്നത് നമുക്ക് സാൻഡ് എന്ന് പറയും. അതുപോലെ മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് വരിക. സാൻഡ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അങ്ങനെയാണ് ഇത് പറയുക. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഭയങ്കര ഗ്ലോസി ആയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും നമ്മളിത് ഇട്ട് വരുമ്പോൾ കേട്ടോ. ഇത് വരിക നമുക്ക് 4 പവനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നമുക്ക് കുഞ്ഞു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമുക്കിതിൽ 4 മാലകളും കൂടി നമുക്ക് 10 പവനിലാണ് സെറ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ വരുന്ന വളകൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്കിതിൽ ഓരോ കൈക്കുള്ള വളകൾ പരിചയപ്പെടാം. ആദ്യത്തെ 4 വളകൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് 5 ഗ്രാം വെച്ചുള്ള വളകളാണ് വരിക. ഇത് നമുക്ക് ഒരു കയ്യിലേക്ക് എന്നുള്ള രീതിയിലാണ് വരിക. 5 ഗ്രാമിൻ്റെ വള തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് പാർട്ടി വെയർ ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വളകളാണ് വരിക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുഞ്ഞു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ടൈപ്പിൽ, അത് മാക്സിമം പൊലിമേൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട കാറ്റഗറിയിൽ വരുന്നതാണ് 4 വളകൾ വരുന്നത്. 5 ഗ്രാം വെച്ചിട്ടാണ് വരിക. ഇത് 20 ഗ്രാമാണ് നമുക്ക് ഒരു കയ്യിലേക്ക് വരുന്ന വള വരുന്നത് കേട്ടോ. അടുത്ത കയ്യിലേക്ക് നമുക്ക് കുറച്ചും കൂടി വീതിയിലുള്ളതാണ്. ഇത് നമുക്ക് റോഡിയോ ഒക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളയാണ് വരിക. ഇതിന് നമുക്ക് 3 കളർ ടോണാണ് ഉള്ളത്. ഒന്ന് നമുക്ക് റോഡിയം ഫിനിഷ് ചെയ്തു, ഒന്ന് മാറ്റ് ഫിനിഷ് ചെയ്തു, ഒന്ന് ഗ്ലോസി ഫിനിഷ്, അങ്ങനെ എല്ലാം കൂടെ നമുക്ക് വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന വളയാണ് വരിക. ഇത് നമുക്ക് 10 ഗ്രാമാണ് വരുന്നത്. മാക്സിമം കാഴ്ചയിൽ ചെയ്തുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വളകളാണ് വരിക. കൂടുതലും പാർട്ടി വെയറിനാണ് വളകൾ നന്നാവുക. 2 കൈയിലേക്കും കൂടിയുള്ള വളകൾ വരെ നമുക്ക് 30 ഗ്രാമാണ് വെയിറ്റ് വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരുന്ന കമ്മൽ പരിചയപ്പെടാം കേട്ടോ. ഇതുവരെ നമുക്ക് 4 ഗ്രാമിലാണ് കമ്മൽ വരുന്നത്. 2 പെയറും കൂടിയിട്ടാണ് 4 ഗ്രാമിൽ വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റഡ് സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. മാക്സിമം കാഴ്ചയിൽ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് വരിക. നമ്മൾ സ്റ്റഡ് മാത്രമൊക്കെ ആയിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് റെഗുലർ യൂസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഞാലികളോ സ്റ്റഡുകളോ ഉണ്ടെങ്കിൽ സ്റ്റഡ് മാറ്റിയിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നമുക്ക് വേറെ ഞാലികൾ മാത്രമായിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റഡിൻ്റെ കൂടെ ഞാലികളെ നമുക്ക് ഇട്ടിട്ട് വേറെ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റഡ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ മാറ്റിയിട്ട് പുതിയ ഡിസൈൻസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്മലാണ് ഇത് വരുന്നത് കേട്ടോ. ആദ്യത്തെ മാല 1.5 പവനാന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ തൊട്ട് താഴെ മാല നമുക്ക് 2.5 പവൻ വന്നു. അതിൻ്റെ തൊട്ട് താഴെ മാല നമുക്ക് 2 പവനിൽ വന്നു. ഏറ്റവും താഴെയുള്ള മാല നമുക്ക് 4 പവനിൽ വന്നു. അങ്ങനെ മാലകളെല്ലാം കൂടെ നമുക്ക് 10 പവനിലും, വളകൾ നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഒരു 30 ഗ്രാമിൽ വളകൾ വന്നു. ഒരു ജോഡി പാദസരം വന്നു, ഒരു ജോഡി കമ്മലും വന്നു. എല്ലാം കൂടെ നമുക്ക് 15 പവൻ സെറ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.